അങ്ങനെ ഞങ്ങൾ ശ്രീകൃഷ്ണ ടെമ്പിളിലെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വന്നേക്കുന്നത് മാൽപ്പ ഐലൻഡിലാണ്. കറക്റ്റ് സമയമായിരുന്നു ഞങ്ങൾ വന്നത്. അന്നേരം തന്നെ ബോട്ട് എടുക്കാറായി. അങ്ങനെ ഞങ്ങളെല്ലാവരും ആദ്യം ബോട്ടിൽ കയറിയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. എന്നിട്ട് എല്ലാവരും സേഫായിട്ട് അവരവരുടെ സ്ഥലത്തിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ നമ്മുടെ ആ ബോട്ടിലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെയൊക്കെ വലിയൊരു യാത്ര പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഈ കായലും കടലും ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും തോന്നില്ല ഗൈസ്. ഞാനത് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടെല്ലാം എടുത്തു. നേരെ നമ്മൾ ഇനി മാൽപ്പ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഏകദേശം നല്ലൊരു യാത്ര തന്നെ അങ്ങോട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ നല്ല വൈബായിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ അതിനകത്ത് അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കേട്ട് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു. ഇതെൻ്റെ ഫ്രണ്ട് ബാസിയാണ്. ബാസി എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബോട്ട് എടുത്ത് നേരെ ഇനി മാൽപ്പ ഐലൻഡിലേക്ക് പോവാണ്. എല്ലാ ഷോട്ട്സും എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ടൈം ലിമിറ്റ് കാരണം എല്ലാം ഒന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതെല്ലാം ലാസ്റ്റായിട്ട് ഇവരായിട്ടുള്ള ഒരു മെമ്മറി ആണെന്ന് ആലോചിക്കുമ്പം വിഷമമുണ്ട്. ഇനി കോളേജ് ലൈഫ് ആകെ കുറച്ച് മാസവും കൂടിയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വേറെ ചെറിയ ബോട്ടിൽ ഇറങ്ങി അവിടെ നമ്മൾ മാൽപ്പ ഐലൻഡിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ നല്ല അടിപൊളി. നമ്മുടെ ഗാർഡ് പറയുന്നുണ്ടായിരുന്നു 45 മിനിറ്റോളം വേഗം പോയിട്ട് വരണമെന്ന്. കൂട്ടിൽ നിന്നിറങ്ങിയ പക്ഷികളെ പോലെ ഞങ്ങളെല്ലാവരും ചിന്നി ചിതറി ഫോട്ടോ എടുക്കാൻ വേണ്ടി പലയിടത്തും പോയി ഗൈസ്. അങ്ങനെ അവസാനം ഞങ്ങളെല്ലാവരും തിരിച്ച് വീണ്ടും ബോട്ടിൽ കയറി ഇനി വീട്ടിലേക്കൊരു യാത്ര. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.